ഹായ്, ഞാനത് വെറുതെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി ആയിട്ടുള്ള ഒരാൾ ഒരു പുതിയ മൊബൈൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ചൈനീസ് ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ കുറേ കാലത്തെ ഒരു ഡ്രീമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫോൺ കണ്ടപ്പോൾ ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു ഫോണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം സ്ലിം ആയിട്ടുള്ള ഫോണുകളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണല്ലോ. പക്ഷേ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതൊരു മിലിറ്ററി ഗ്രേഡ് ഫോണാണ്. 22,000 mAh ബാറ്ററി ഉണ്ട്, ഷോക്ക് പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, ബ്രേക്ക് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പം നല്ല റഫ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ലോങ് ട്രക്കിങ്, ജംഗിൾ സഫാരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഡെലിവറി ബോയ്സ്, അങ്ങനത്തെ കുറേ ആൾക്കാർക്കാണ് കുറേ സമയത്തേക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒന്നും പറ്റാതെ നിൽക്കുന്ന, എന്നാൽ അത്യാവശ്യം മൊബൈൽ യൂസൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന, അത്യാവശ്യം റഫ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്ന നല്ല ഒരു ഫോണായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. 7,000-8,000 ആ റേഞ്ചിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ ഫോൺ കൊണ്ട് നടന്നാലും കുറേ സമയത്തേക്ക് നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുനടക്കണം. ആ ഒരു പവർ ബാങ്കിൻ്റെ കട്ടി അത്ര കട്ടിയില്ല, അതിൻ്റെ ഒരു പകുതി കട്ടിയൊക്കെ ഉള്ളൊരു ഫോണാണ്. കണ്ടപ്പോൾ എന്തോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇത് പേ പ്രൊമോഷനൊന്നുമല്ല, അയാൾക്ക് 10 പൈസ തന്നിട്ടില്ല. എന്തിന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതിനെ പറ്റി അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടൊന്നും പറഞ്ഞല്ല, ജസ്റ്റ് കണ്ട സമയത്തൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാനതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ സ്ലിം ആയിട്ടുള്ള ഫോൺ ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധനം വിറ്റ് പോവോ എന്നുള്ള രീതിക്കൊക്കെ. അപ്പം അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷന് ആയിട്ടുള്ള ആളുകൾക്ക്, ഈ സ്ലിം ആയിട്ടുള്ള ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതല്ല, ഇത് റഫ് യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കണ്ട വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ഫോൺ വാങ്ങി അയാൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പം സമയം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യം വരുന്ന ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറേ സമയത്തേക്ക് ചാർജൊക്കെ കിട്ടേണ്ട ഫോൺ ആവശ്യമുള്ള, എന്നാൽ അഫോർഡബിൾ റേറ്റിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു പേജ് ഇതിൻ്റെ അകത്ത് അടിയിൽ മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വേണമെന്ന് എന്തായാലും വാങ്ങാം. ഞാൻ യൂസ് ചെയ്ത ഫോണും ഇങ്ങനത്തെ വലിയ ബൾക്കി ഫോണൊന്നുമല്ല, അപ്പോൾ എനിക്ക് ആവശ്യമില്ല. പക്ഷേ അത് ആവശ്യം വരുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അവരിലേക്ക് ഈ സാധനം എത്തുകയാണെങ്കിൽ നല്ലതല്ലേ? ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു മൊബൈൽ ബ്രാൻഡ് തുടങ്ങിയിട്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം.